ദൈവം തൻ്റെ മഹത്തായ രക്ഷാകര പദ്ധതി സംവിധാനം ചെയ്തത് എക്കാലത്തേക്കുമുള്ള സകല ജനങ്ങൾക്കും വേണ്ടിയായിരുന്നു. സുവിശേഷ സന്ദേശം ചെന്നെത്താത്ത സകല ദേശങ്ങൾക്കും വേണ്ടി യഥാകാലം തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അവിടുന്ന് അയച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ പ്രിയ മണവാട്ടിയായ തിരുസഭയിൽ അവിടുന്നൊരുക്കിയ അനേകരിലൂടെ ഇന്നും ദൈവപുത്രന്റെ രക്ഷാകര സന്ദേശം ലോകത്തിൻ്റെ അതിർത്തികളോളം ചെന്നെത്തുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർ തങ്ങളുടെ വിളിക്കനുസൃതമായി ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നത് വഴിയായി അനേകാത്മാക്കൾ സത്യപ്രകാശം തിരിച്ചറിയുന്നു. അഭിവന്യ മാർ ജോർജ് ഞരളക്കാട്ട് പിതാവ് തൻ്റെ പ്രവർത്തന ശൈലികളും സ്നേഹശീലവും കൊണ്ട് കേരള സഭയിൽ ഏറെ ശ്രദ്ധേയനാണ്. തലശ്ശേരി രൂപതയിൽ തുടക്കം കുറിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ ജീവിതം പിന്നീട് മാനന്തവാടി, ഭദ്രാവതി, മാണ്ഡ്യ തുടങ്ങിയ രൂപതകളിൽ അനുഗ്രഹം പകർന്ന് ഒടുവിൽ തലശ്ശേരിയിൽ തന്നെ തിരികെ എത്തിയപ്പോൾ ഈ ജീവിതയാത്ര വെളിപ്പെടുത്തുന്ന മഹനീയമായ ഏറെ ദൈവിക പദ്ധതികളുണ്ട്. 2 വർഷത്തോളം നിലമ്പൂരിൽ ഇടവക വികാരിയായി ജീവിക്കുവാനായതും തികച്ചും അനുഗ്രഹപ്രദമായിരുന്നുവെന്ന് അദ്ദേഹം സ്മരിക്കുന്നു. ഏറെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് തികഞ്ഞ ഒരജപാലകനായി തീർന്ന ആ കാലഘട്ടം അഭിവന്യ പിതാവിൻ്റെ ജീവിതത്തിൽ സാധാരണക്കാർക്കിടയിൽ പൂർണ്ണമായി ചെലവഴിക്കുവാൻ ഒരവസരം കൂടി നൽകി. ആ കാലഘട്ടത്തിലാണ് മാനന്തവാടി രൂപതയിൽ നിന്ന് വേർപെട്ടുകൊണ്ട് ഭദ്രാവതി രൂപത രൂപീകരിക്കപ്പെടുന്നത്. ആ നാട്ടിൽ തനിക്കായി ദൈവമൊരുക്കിയിരിക്കുന്ന പുതിയ ദൗത്യത്തെ അപ്രതീക്ഷിതമായാണ് അഭിവന്യ ഞരളക്കാട്ട് പിതാവ് തിരിച്ചറിഞ്ഞത്. അഭിവന്യ ഞരളക്കാട്ട് പിതാവിൻ്റെ ശുശ്രൂഷാ ജീവിതം എക്കാലവും ശക്തമായ ദൈവിക ഇടപെടലുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് അപ്രതീക്ഷിതമായി നയിക്കപ്പെട്ടിരുന്നുവെങ്കിലും ചിലപ്പോഴെങ്കിലും മാനുഷിക ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവാതെ പോയ അത്തരം അവസരങ്ങളെല്ലാം വ്യക്തമായ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. ഭദ്രാവതി രൂപതയിലേക്ക് ചെന്നെത്തിയ നാളുകൾ പിന്നീടെന്നും അഭിവന്യ പിതാവിന് ധ്യാന വിഷയങ്ങളായി മാറുകയായിരുന്നു. അഭിവന്യ ജോസഫ് അരുമച്ചാടത്ത് പിതാവിനോട് ചേർന്ന് ആ രൂപതയെ വളർച്ചയിലേക്ക് നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നതിനു പുറമെ സ്വയം വളരുവാനും ആ അവസരം കാരണമായി. എൻ്റെ ദൈവവിളിയെ സംബന്ധിച്ചിടത്തോളം പൗരത്വ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ഒരു ചുവടുമാറ്റമായിരുന്നു ഭദ്രാവതി രൂപതയിലേക്കുള്ള എൻ്റെ പോക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ പറയുണ്ടായി, ഒരു മിഷണറി വൈദികനാകണമെന്നായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ ആഗ്രഹം. അത് ഞാൻ പഠിച്ചറിഞ്ഞിട്ടൊന്നും മനസ്സിൽ തോന്നിയതല്ല, അങ്ങനെയൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത്. പക്ഷേ ഞാൻ ഭദ്രാവതി രൂപതയിലേക്ക് കടന്നു പോകുമ്പോൾ അത് ഏറെക്കുറെ ആ വിധത്തിലേക്കാണ് വന്നത്. മാനന്തവാടി രൂപതയുടെ ഷിമോഗ പ്രദേശം ഉൾക്കൊള്ളുന്ന ഷിമോഗ ഡിസ്ട്രിക്റ്റ് വേർതിരിച്ചാണ് ഭദ്രാവതി രൂപത നിലവിൽ വന്നത്. ഷിമോഗ എന്ന പേരിൽ ഒരു ലാറ്റിൻ രൂപത അവിടെ അപ്പോൾ തന്നെ നിലവിലുണ്ടായിരുന്നുകൊണ്ടാണ് ആ പേര് ലഭിക്കാതെ ഭദ്രാവതി എന്ന പേര് കിട്ടിയത്. ഷിമോഗയും ഭദ്രാവതിയൊക്കെ 2 വലിയ ടൗണുകളാണ്. നമ്മളത് SLC ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. തുംഗഭദ്ര നദികളെ പറ്റിയാണ്. തുംഗ നദി ഷിമോഗയിലൂടെ പോകുമ്പോൾ ഭദ്ര നദി ഭദ്രാവതിയിലൂടെയാണ് പോകുന്നത്. 2 ട്വിൻ സിറ്റികൾ വേണമെങ്കിൽ പറയാൻ സാധിക്കും തമ്മിൽ.
ഒത്തിരി വ്യവസായ നഗരമായിട്ടാണ് ഭദ്രാവതി അറിയപ്പെടുന്നത്. അങ്ങനെ 2007 ഒക്ടോബറിൽ ആരംഭം കുറിച്ച ഭദ്രാവതി രൂപതയിലേക്ക് ഞാൻ ചെല്ലുന്നത് 6-7 മാസം കഴിഞ്ഞാണ്. 2008 മെയ് മാസത്തിലാണ് ഞാൻ അവിടുത്തെ വികാരി ജനറലായിട്ട് നിയമിക്കപ്പെട്ടു. ഒപ്പം ഷിമോഗ ടൗണിലെ ഇടവകയുടെ കത്തീഡ്രൽ ഇടവകയുടെ വികാരിയുമായിരുന്നു. ഈ ഭദ്രാവതിയിലേക്കുള്ള പോക്ക് തമ്പുരാൻ്റെ വിളിയുടെ ഒരു പൂർത്തീകരണമാണ് ഞാൻ കാണുന്നത്. ദൈവം എൻ്റെ കുഞ്ഞു മനസ്സിൽ ഒരു മിഷണറി വൈദികനായി തീരണമെന്ന് ആഗ്രഹം തോന്നിച്ചെങ്കിൽ അത് അർത്ഥവത്താകുകയാണ്. ഞാൻ ഭദ്രാവതിയിലേക്ക് ചെന്നപ്പോൾ തികച്ചും ഒരു മിഷൻ പ്രദേശങ്ങളിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ഞാൻ അവിടെ 20 മാസമാണ് അവിടെ സേവനം ചെയ്യാനിടയായത്. ഈ 20 മാസത്തിനിടയ്ക്ക് അവിടെയുള്ള മനുഷ്യരുമായിട്ട് ഇടപെടാൻ സാധിച്ചു. ഒപ്പം തന്നെ അവിടുത്തെ ഇടവകൾ സന്ദർശിക്കാനും ഒക്കെ അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. അഭിവന്യ അരുമിച്ചാടത്ത് പിതാവിൻ്റെ കൂടെയുള്ള വാസവും ഒരുമിച്ചുള്ള ജോലിയും എനിക്ക് വ്യക്തിപരമായിട്ട് ഉപകാരപ്രദമായിരുന്നു. അതുപോലെ തന്നെ ആ രൂപതയുടെ നമ്മൾ ബേസിക് സ്ട്രക്ചേഴ്സ്, പ്രാഥമിക ഘടകങ്ങളെല്ലാം രൂപപ്പെടുത്തുന്നതിന് എനിക്ക് ഏറെക്കുറെ ചെയ്യാൻ സാധിച്ചു. ഇടവകൾ തോറും പാരിഷ് കൗൺസിലുകൾ, രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ, പ്രസ്ബിറ്ററി കൗൺസിൽ, മാത്രമല്ല വിവിധ സംഘടനകളെ ക്രോഡീകരിക്കാനും അവരെയൊക്കെ പ്രവർത്തനക്ഷമമാക്കുവാനും ഒരു പരിധിവരെ നേതൃത്വം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് കർണാടകയിലെ ഷിമോഗയുമായുള്ള ബന്ധത്തിന് നീണ്ട ചരിത്രമുണ്ട്. വളരെ കാലം മുമ്പ് തന്നെ ആ നാട്ടിലേക്ക് കുടിയേറിയിരുന്ന ഒരു വിഭാഗം കർഷകർ 1960-ൽ കുടിയിറക്ക് നേരിടുകയുമുണ്ടായി. ഇന്നും അനവധി മലയാളി കുടുംബങ്ങൾ പാർക്കുന്ന ആ നാട്ടിലേക്കാണ് അഭിവന്യ ഞരളക്കാട്ട് പിതാവ് ഭദ്രാവതി രൂപതയുടെ വികാരി ജനറലായി കടന്നു ചെന്നത്. 2 വർഷത്തോളം ആ ദേശത്തെ സാധാരണക്കാർക്കിടയിൽ ജീവിക്കുവാൻ കഴിഞ്ഞത് ഏറെ സന്തോഷത്തോടെ അദ്ദേഹം സ്മരിക്കുന്നു. കന്നഡ സംസാരിക്കുന്ന ആ നാടിൻ്റെ മക്കൾക്കായി ഏറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായതിനൊപ്പം ദൈവം തൻ്റെ ആദ്യകാല സ്വപ്നമായിരുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഷിമോഗയിലേക്ക് കടന്നു ചെന്നപ്പോൾ തീർച്ചയായിട്ടും മലയാള ഭാഷയാണ് നമ്മുടെ മലയാളികൾ സംസാരിക്കുന്നതെങ്കിലും കന്നഡ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിലായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ. നമ്മുടെ സ്കൂളുകളും നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങളും ഒക്കെ കൂടുതലുണ്ടായിരുന്നത് ഈ കന്നഡ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ മധ്യത്തിലായിരുന്നു. സ്വാഭാവികമായിട്ടും ചെറിയ തോതിലാണെങ്കിലും കന്നഡ ഭാഷ പഠിക്കേണ്ട സാഹചര്യം വന്നു. അത് വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവിടെയുള്ള ആളുകളോട് അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയും ഒപ്പം തന്നെ നമ്മുടെ ഇടവക്കാരെ ആളുകളുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയും രൂപതയുടെ തന്നെ ആദ്യകാലത്തെ വളർച്ചയ്ക്ക് വേണ്ടിയും അവയൊന്ന് പിതാവിനോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ അവിടെയൊക്കെ എനിക്ക് തന്നൊരു വലിയ ബോധ്യം, കർത്താവ് എന്തിനായിട്ട് നമ്മളെ വിളിക്കുന്നുവോ അത് പടിപടിയായിട്ട് അവിടുന്ന് നടപ്പാക്കും എന്നൊരു ചിന്തയാണ് എനിക്കുണ്ടായത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മിഷണറി വൈദികനാകണം എന്നുള്ളതായിരുന്നു എൻ്റെ ദൈവവിളി. അപ്പോൾ ആ വിളിയുടെ അർത്ഥം എനിക്ക് പടിപടിയായിട്ട് മനസ്സിലാകുകയാണ്. ഞാൻ തലശ്ശേരിയിലേക്ക് കടന്നു, തലശ്ശേരിയിൽ നിന്ന് മാനന്തവാടി വന്നു, മാനന്തവാടിയിൽ നിന്ന് ഭദ്രാവതിയിലേക്ക് പോകുമ്പോൾ ഒരു മിഷൻ രൂപതയിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു. തീർച്ചയായിട്ടും ദൈവത്തോട് നന്ദി പറയുകയാണ്. അനാദിയിൽ തന്നെ ദൈവം നിശ്ചയിച്ചിരുന്ന സുപ്രധാന നിയോഗങ്ങളിലേക്ക് അവിടുന്ന് അഭിവന്യ ഞരളക്കാട്ട് പിതാവിനെ കരം പിടിച്ചു നടത്തുകയായിരുന്നു. വിശാലമായ കർണാടക സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ദിക്കിൽ ആവശ്യമായ പരിശീലനം ഒരുക്കപ്പെട്ടതിനു പിന്നാലെ 2010 സ്ഥാപിതമായ
മണ്ഡ്യ രൂപതയുടെ പ്രഥമ മെത്രാനായും അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. അപ്രതീക്ഷിതമായി മുന്നിൽ വന്ന ആ അവസരത്തോട് സമചിത്തതയോടെ പ്രതികരിച്ച അദ്ദേഹം അതൊരു ദൈവനിയോഗമായി കണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കെയാണ് 2010 നമ്മുടെ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻറ് തോമസ് കൂടിയ സിനഡ് എന്നെ മണ്ഡ്യ രൂപതയുടെ പിതാവായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അത് 2010 ജനുവരി 18 രൂപതയുടെ പ്രഖ്യാപനം ഉണ്ടായത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല മണ്ഡ്യ രൂപതയുടെ ഒരു പിതാവായി എന്നെ തിരഞ്ഞെടുക്കുമെന്നുള്ള കാര്യം. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് മാനന്തവാടി രൂപതയുടെ എപ്പിസ്കോപ്പൽ കാൻഡിഡേറ്റ്സിൻ്റെ പേരിൽ ലിസ്റ്റിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നൊക്കെ ഞാൻ കേട്ടിരുന്നെങ്കിലും അന്ന് ഞങ്ങളെല്ലാവരും തീവ്രമായി ആഗ്രഹിച്ച ജോസ് പിതാവ് തന്നെ അവിടെ പിതാവ് വന്നു. ഞാൻ ഇങ്ങോട്ട് ഭദ്രാവതിക്ക് പോയ പിന്നീട് ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ മെത്രാനായിട്ട് തിരഞ്ഞെടുത്തു എന്ന കാര്യം തന്നെ ഞാൻ അറിയുന്നത്. ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോൾ എൻ്റെ പേരിൽ ലിസ്റ്റ് ഉണ്ടായിരുന്നെന്നോ എന്നുപോലും ഞാൻ അറിഞ്ഞില്ല. കാരണം ദൂരത്തായിരുന്നുകൊണ്ടായിരിക്കാം. ഞങ്ങളുടെ ഭദ്രാവതി രൂപതയിലെ ഒരു വൈദികൻ്റെ അപ്പച്ചൻ മരിച്ചടക്കിനായിട്ട് ഞാൻ തോട്ടുമുഖ ഭാഗത്ത് വരികയാണ്. തോട്ടുമുഖത്ത് വന്ന് മരിച്ചടക്കിലേക്ക് സംബന്ധിച്ച് ഞാൻ ബസ്സിൽ മാനന്തവാടിയിലേക്ക് പോകുന്ന വഴിയാണ് വർക്ക് പിതാവ് എന്നെ വിളിക്കുന്നത്. വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ്? ഞാൻ ബസ്സിലാണ്, യാത്ര ചെയ്യുകയാണ്. ഒരു കാര്യം പറയാനായിരുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? മാനന്തവാടിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ശരി, മാനന്തവാടി ബിഷോപ്സിൽ ചെല്ലുമ്പോൾ എത്ര സമയം എടുക്കും? ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ എടുക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തിനാണ് വർക്ക് പിതാവ് ഇപ്പോൾ എന്നെ വിളിക്കുന്നത്? എല്ലാ ഗുലുമാലും വരുന്നുണ്ട് സംഗതിയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചില്ല. ഞാൻ ബിഷോപ്സ് ചെന്ന് കഴിഞ്ഞപ്പോൾ പിതാവ് വീണ്ടും എന്നെ വിളിച്ചു, ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും അങ്ങോട്ട് സ്തംഭിച്ചു പോയി. പുതിയ രൂപത സ്ഥാപിക്കുകയാണെന്നും മാണ്ഡ്യ രൂപതയുടെ പ്രഥമ ബിഷപ്പായിട്ട് അച്ഛനെയാണ് തിരഞ്ഞെടുത്തേക്കെന്ന് പറഞ്ഞപ്പോൾ എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവ് എനിക്ക് അപ്പോൾ ഏതാണ്ട് ഓൾറെഡി ഞാൻ ഒരു 64 വയസ്സായി. ഞാൻ ഈ 64 വയസ്സായി ഇത്രയും നാളേക്ക് ഓടി നടന്ന് സേവനം ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ തന്നെ വേണോ ഈ പുതിയ രൂപതയ്ക്ക് വേണ്ടി? പക്ഷേ പിതാവിനോട് പറയുകയുണ്ടായി, അതെല്ലാവരും കൂടെ തീരുമാനിച്ച അച്ഛൻ്റെ പേരാണ് അപ്പോൾ ആദ്യമേ വന്നിരിക്കുന്നത്. എല്ലാവരും വോട്ടിട്ടത് അച്ഛന് തന്നെയാണ്. അച്ഛനിപ്പോൾ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ പ്രോസസ്സൊക്കെ വീണ്ടും തുടങ്ങേണ്ടി വരും, സംഗതിയിൽ നീണ്ടുപോകും. അതുകൊണ്ട് അച്ഛൻ അത് സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരി, അത് തമ്പുരാൻ്റെ ഇഷ്ടം ആണ് പിതാവിലൂടെ വരുന്നതെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനത് സ്വീകരിച്ചു. മുമ്പ് മാനന്തവാടി രൂപതയുടെ ഭാഗമായിരുന്ന കേരളത്തിൻ്റെ സമീപ പ്രദേശങ്ങളായ കർണാടകയുടെ 4 ജില്ലകളാണ് മണ്ഡ്യ രൂപതയിൽ ഉൾപ്പെട്ടിരുന്നത്. തികഞ്ഞ ഒരു മിഷൻ പ്രദേശമായിരുന്നു അതെന്ന് അഭിമന്യ പിതാവ് സ്മരിക്കുന്നു. പരിമിതമായ ഇടവകകളും അംഗസംഖ്യയും സാമ്പത്തിക സ്ഥിതിയും മാത്രമുണ്ടായിരുന്ന അവിടെ അദ്ദേഹത്തിന് ലഭിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതായിരുന്നു. ചെറുപ്പം മുതൽ മിഷണറി ആവുക എന്ന വലിയ സ്വപ്നം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന തന്നെ ഏറ്റവും കരുതലോടെ ദൈവം വഴി നടത്തിയ അനുഭവങ്ങൾ അദ്ദേഹം വിവരിക്കുന്നത് ഏറെ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെയാണ്. മറ്റു രൂപതകളെല്ലാം അപേക്ഷിച്ച് മണ്ഡ്യ രൂപത ശരിക്കും ഒരു മിഷൻ രൂപതയായിരുന്നു. ആകെ 715ഓളം കുടുംബങ്ങളെ മണ്ഡ്യ രൂപതയ്ക്കുണ്ടായിരുന്നുള്ളൂ. ഒരു 8 ഇടവകയേ ഉള്ളൂ. അതിൽ 4 ഇടവകയും സീമേ സഭയുടെ ആശ്രമത്തിൽ നമ്മുടെ ആൾക്കാർ പോകുന്നു, അതാണ് ഇടവക. പോയിട്ട് 4 ഇടവകയെ സ്വന്തമായിട്ടുള്ളൂ. ഒരു കത്തീഡ്രൽ ഇടവകയും മറ്റ് 3 കൊച്ചു ഇടവകയും പോയിട്ടൊരു 15 മിഷൻ സ്റ്റേഷനുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ തീർത്തും മിഷനായ ഒരു മിഷൻ പ്രദേശമായ മണ്ഡ്യയിലേക്ക് ചെന്നപ്പോൾ എൻ്റെ വിശ്വാസം വളരെയധികം വർദ്ധിച്ചു. കാരണം ദൈവം എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്ന ഒരു ചിന്ത, നീ ഒരു മിഷണറി വൈദികനായിരിക്കണം എന്നുള്ളത് തീർത്തും അങ്ങ് നിവർത്തിതമാകുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു തമ്പുരാൻ്റെ ഇഷ്ടം എന്താണോ അത് പൂർണ്ണമായിട്ട് നിറവേറും. തമ്പുരാൻ എന്താഗ്രഹിക്കുന്നോ അത് പൂർണ്ണമായിട്ട് നടത്താൻ വേണ്ടി എല്ലാ വഴികളും തമ്പുരാൻ ഒരുക്കും. അതാണ് കാരണം, അതിന് പിന്മാറാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം തമ്പുരാൻ്റെ ഇഷ്ടം എന്താണോ
അതിനെ പൂർണ്ണമായിട്ടും അങ്ങ് സമർപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. എൻ്റെ വൈദിക ജീവിതത്തിൽ പരമാവധി ഞാൻ തമ്പുരാൻ്റെ ഇഷ്ടം അറിയുമ്പോൾ അതിന് വിട്ടുകൊടുക്കുന്ന ഒരു മനസ്സാണ് സ്വീകരിച്ചിരുന്നത്. ഓരോ ട്രാൻസ്ഫറുകൾ വരുമ്പോഴും അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് വരുമ്പോഴും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോഴും വ്യക്തിപരമായിട്ട് നമുക്ക് താല്പര്യം ഉള്ളതോ ഇല്ലാത്ത വിഷയമാകട്ടെ ദൈവത്തിൻ്റെ ഹിതമാണെന്ന് അറിയുമ്പോൾ അങ്ങ് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ ദൈവവിളിയിൽ വളരാനും വിശുദ്ധിയിൽ വളരാനും സന്തോഷത്തോടെ ജീവിക്കാനും മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഈ അവസരത്തിലൊരു പറയാനുള്ളത്, നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെടുക എന്നുള്ളത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അത് നമ്മൾ നിറവേറ്റണം. കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അഭിവന്യ ഞരളക്കാട്ട് പിതാവിനെ അടുത്തറിഞ്ഞവർക്കും മാതൃരൂപതയായ മാനന്തവാടിക്ക് മുഴുവനും അവിസ്മരണീയമായ മുഹൂർത്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേകം. ആയിരക്കണക്കിന് വിശ്വാസികളുടെയും അഭിഷിക്തരുടെയും സന്യസ്തരുടെയും സാന്നിധ്യത്തിൽ 2010 ഏപ്രിൽ 7-ാം തീയതി അഭിവന്യ ജോർജ് വലിയമറ്റം പിതാവിൻ്റെ കൈവയ്പ് വഴിയായി മെത്രാൻ പദവിയിൽ അഭിഷിക്തനായി. കർണാടക സഭ ഒന്നടങ്കം തന്നെ ഹൃദയംഗമമായി ആ നാട്ടിലേക്ക് സ്വീകരിച്ചത് അഭിവന്യ ഞരളക്കാട്ട് പിതാവ് സ്മരിക്കുന്നു. 2010 ഏപ്രിൽ 7-നായിരുന്നു എൻ്റെ മെത്രാൻ പട്ടം നൽകുന്നത്. അത് മണ്ഡ്യ രൂപതയുടെ കത്തീഡ്രലായ ഇൻഫൻറ്റ് ജീസസ് കത്തീഡ്രൽ ഹിങ്കൽ, മൈസൂർ ടൗണിലെ ഹിങ്കൽ ദേവാലയ പരിസരത്ത് വെച്ചാണ് എൻ്റെ മെത്രാൻ പട്ടം നൽകുന്നത്. എനിക്ക് മെത്രാൻ പട്ടം നൽകിയത് അഭിവന്യ ജോർജ് വലിയമറ്റം പിതാവാണ്. തലശ്ശേരിയുടെ മെത്രാപ്പോലിത്തയായിരുന്ന ജോർജ് വലിയമറ്റം പിതാവാണ്. സഹകാർമ്മികരായി നിന്നത് മാനന്തവാടിയിലെ മുൻ മെത്രാനായിരുന്ന ജേക്കബ് തൂങ്കുഴി പിതാവും അതോടൊപ്പം തന്നെ ജോസ് പെരുന്നേടം പിതാവുമായിരുന്നു. തീർച്ചയായിട്ടും അതൊരു വലിയ ചരിത്ര സംഭവമായിട്ടേ കാണാൻ പറ്റുള്ളൂ. കേരളത്തിൽ നിന്നുള്ള ധാരാളം മെത്രാന്മാരോടൊപ്പം തന്നെ കർണാടകത്തിൽ നിന്നുള്ള പിതാക്കന്മാരും ആ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. അപ്പോൾ ഒരു സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി ഒരു പുതിയ രൂപത വീണ്ടും കർണാടകത്തിൽ വരുന്നറിഞ്ഞപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അതിലേക്ക് വിഷമമുണ്ടായിരുന്നു. ഈ മലയാളികൾക്ക് എന്തിനാണ് വീണ്ടും രൂപത, അവരുടെ കാര്യം ഞങ്ങളെല്ലാം നോക്കുന്നില്ലേ എന്ന് ചിന്തിച്ച നമ്മുടെ ലത്തീൻ സഭയിലെ വൈദികരും സമർപ്പിതരും ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവരെല്ലാം അത് സ്വീകരിച്ചു. മാത്രമല്ല കർണാടകത്തിലെ മെത്രാൻ സമിതി, അവിടുത്തെ ആർച്ച് ബിഷപ്പ് ബെർണാഡ് മോറിസ് പിതാവും മെത്രാൻ സമിതിയിലെ മറ്റ് ലാറ്റിൻ ബിഷപ്സൊക്കെ എന്നെയും അവരുടെ കൂട്ടായ്മയിലേക്ക് വളരെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിക്കുകയുണ്ടായി. ഞാൻ അവിടെ ഉള്ളിടത്തോളം കാലം അവരെല്ലാവരും വളരെ സ്നേഹപൂർവമായ ഒരു സമീപനവും അടുപ്പമാണ് എന്നോട് കാണിച്ചിട്ടുള്ളത്. MST, CMI തുടങ്ങിയ സന്യാസ സഭകളുടെ നേതൃത്വത്തിൽ മാതൃകാപരമായി മിഷൻ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന ഒരു ദേശത്ത് പുതിയ രൂപതയ്ക്കും രൂപതാധ്യക്ഷനും ഏറെ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. ചെറിയ ചില സമൂഹങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന മിഷൻ പ്രവർത്തനങ്ങൾ ഒരു രൂപതയുടെ നേതൃത്വത്തിന് കീഴിലായപ്പോൾ പ്രവർത്തന മേഖലയും ദൗത്യങ്ങളും ഏറെ വിശാലമാവുകയായിരുന്നു. വിശ്വാസികളുടെ ആത്മീയ ഉന്നമനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കു പുറമെ കർണാടകയുടെ ഉൾഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരായ മനുഷ്യർക്കു വേണ്ടി ഒട്ടേറെ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും രൂപത നേതൃത്വം നൽകി. കർണാടകത്തെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം, കർണാടകത്തിൽ 9 ലത്തീൻ രൂപതകളും 3 സീറോ മലബാർ രൂപതയും 1 സീറോ മലങ്കര രൂപതയാണ് ഉള്ളത്. അങ്ങനെയാണ് വന്നിരുന്നത്. അപ്പോൾ അതിലേറ്റവും പുതിയ രൂപതയായിരുന്നു അന്ന് മണ്ഡ്യ രൂപത എന്ന് പറയുന്നത്. മണ്ഡ്യ രൂപതയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആ മണ്ഡ്യയ്ക്ക് 4 ഡിസ്ട്രിക്റ്റുകളാണ് ഉണ്ടായിരുന്നത്. മണ്ഡ്യ, മൈസൂർ, ഹാസൻ, ചാമരാജനഗറാണ്.
ഈ പ്രദേശത്ത് ഏകദേശം 79 ലക്ഷം മനുഷ്യർ ജീവിക്കുന്നതാണ് ഔദ്യോഗിക കണക്ക് പറയുന്നത്. അതിനകത്ത് നമ്മൾ സീറോ മലബാറുകാരുണ്ടായിരുന്ന ഏതാണ്ട് 3000 ചില്ലുവാൻ ആളുകളേ ഉള്ളൂ. വളരെ പരിമിതമായ ഒരു രൂപത. പക്ഷേ ഏരിയ നോക്കുമ്പോൾ വളരെ വിശാലമായി കിടക്കുന്ന രൂപതയായിരുന്നു. അവിടെ 2 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായും നടന്നുകൊണ്ടിരുന്നത്. ഒന്ന്, പരമ്പരാഗതമായി നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ കത്തോലിക്കരായ ആളുകൾക്ക് വേണ്ടിയുള്ള അജപാലന ശുശ്രൂഷയാണ്. അത് പറ്റുന്നിടത്തോളം നന്നായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അക്രൈസ്തവരായ ആ പ്രദേശത്തെ വില്ലേജേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിളിൻ്റെ ഇടയിൽ ആളുകളുടെ ഇടയിലുള്ള നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങളായിരുന്നു. വില്ലേജുകളിൽ നമ്മൾ തുടങ്ങിയ മിഷൻ കേന്ദ്രങ്ങൾ, അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ. ചില സ്ഥലങ്ങൾക്ക് കുട്ടികളുടെ ഭവനങ്ങളുണ്ടായിരുന്നു, വൃദ്ധരുടെ ഭവനങ്ങൾ, HIV AIDS ബാധിച്ച രോഗികൾക്ക് വേണ്ടിയുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ, കൗൺസിലിംഗ് സെൻറ്റേഴ്സുകൾ, ഗ്രാമീണ യുവതികളുടെ ഉദ്ധാരണത്തിന് വേണ്ടി തുടങ്ങിയ വീഗാർഡുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറികൾ. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ ഗ്രാമീണ ജനങ്ങളുമായിട്ട് ഇടപെടാൻ തുടങ്ങിയത്. MSTയിലെ വൈദികർ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ആ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ പൂവണിഞ്ഞ് വരികയാണ്. ഇപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. 2-3 സെൻറ്ററുകളിൽ ധാരാളം പേര് വർഷങ്ങളുടെ അനുഭവങ്ങളുടെയും പഠനത്തിൻ്റെയും പരിചയത്തിനെല്ലാം ഫലമായിട്ട് ക്രൈസ്തവ സഭയിലേക്ക് ചേരാനിടയായി എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ആരും നിർബന്ധിച്ചിട്ടില്ല, അവർ തന്നെ നിർബന്ധപൂർവ്വം ഞങ്ങളെ ചേർക്കണം എന്ന് പറഞ്ഞ് ചേരുകയുണ്ടായി. മാത്രമല്ല, നമ്മൾ വില്ലേജുകളൊക്കെ തുടങ്ങിയ സ്കൂളുകൾ മുഖേന കുട്ടികളെ സ്കൂളുകൾ അയക്കണം, അവരെ പുരോഗതിക്ക് വേണ്ടി ആ വിദ്യാഭ്യാസം ആവശ്യമാണെന്നൊരു ചിന്ത ഗ്രാമീണർക്ക് കൊടുക്കാൻ കഴിയും. മാത്രമല്ല, ഗ്രാമീണ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ തുടങ്ങിയിരിക്കുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, സ്വാശ്രയ കൂട്ടായ്മകൾ എന്ന് പറയാൻ പറ്റും, അതൊക്കെ വലിയ സഹായമായിരുന്നു ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ മിഷൻ സ്റ്റേഷനുള്ള ആളുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനമുണ്ടായിരുന്നു. കൂടാതെ മാണ്ഡ്യ രൂപതയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സാധാരണക്കാരായ ആളുകളെ ഉന്നമനത്തിന് വേണ്ടി സാമൂഹിക പ്രവർത്തനങ്ങൾ നമ്മൾ വ്യാപൃതരായിരുന്നു. അവിടെ ജ്യോതിർ വികാസ എന്ന് പറയുന്ന ഒരു സാമൂഹിക സംഘടനയിലൂടെ നമ്മളെ പ്രവർത്തനം നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ മാണ്ഡ്യ മിഷൻ്റെ ആരംഭത്തിൽ MST വൈദ്യർ വളരെ സജീവമായിട്ട് തുടങ്ങിയ ആ പ്രസ്ഥാനം പിന്നീട് പതുക്കെ തണുത്തു പോയെങ്കിലും രൂപത വന്നതിന് ശേഷം അതിപ്പോൾ നല്ല നിലയിൽ വളർന്നു വരികയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. രൂപതാ നേതൃത്വത്തിൻ്റെ മറ്റൊരു പ്രധാന ഉത്തരവാദിത്തം പഠനത്തിനും ജോലി ആവശ്യങ്ങൾക്കും കേരളത്തിൽ നിന്നും അവിടെ വന്ന് താമസിക്കുന്ന യുവജനങ്ങളുടെ ആത്മീയ കാര്യങ്ങളിലായിരുന്നു. സമീപകാലങ്ങളായി ആത്മീയമായി ഏറെ പ്രതിസന്ധി നേരിടുന്ന ആ സമൂഹത്തോട് സഭയ്ക്കുള്ള പ്രതിബദ്ധത ഏറെ വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് അനവധി പ്രവർത്തനങ്ങൾക്ക് അഭിവന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ മാണ്ഡ്യ രൂപത തുടക്കം കുറിച്ചു. ഏതാനും വർഷങ്ങൾക്കിടയിൽ അനേകായിരം യുവജനങ്ങൾക്ക് ഇത്തരം ആത്മീയ മേഖലയിലെ ഇടപെടലുകൾ അനുഗ്രഹപ്രദമായി തീർന്നിട്ടുണ്ട്. മാണ്ഡ്യ രൂപതയിൽ നമ്മുടെ മറ്റൊരു പ്രത്യേകമായ ശ്രദ്ധാകേന്ദ്രം നമ്മൾ ശ്രദ്ധ കൊടുത്തത്, നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഠനത്തിനും ജോലികൾക്കുമായിട്ട് കർണാടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വരുന്ന, പ്രത്യേകിച്ച് മാണ്ഡ്യ രൂപതയിലെ അതിർത്തിയിലേക്ക് കടന്നു വരുന്ന യുവജനങ്ങളെ നമ്മൾ കൊടുത്തിരുന്ന ശ്രദ്ധയാണ്. പ്രത്യേകിച്ച് മൈസൂർ, മാണ്ഡ്യ, ഹാസൻ എന്ന് പറയുന്ന സിറ്റികളിൽ അങ്ങനെയുള്ള കുട്ടികളുടെ അവരുടെ അജപാലന കാര്യങ്ങൾക്കൊന്നും പ്രത്യേക സംവിധാനങ്ങൾ തന്നെ ഏർപ്പെടുത്തിയുണ്ടായി. മൈസൂരിൽ ഹിങ്കൽ കേന്ദ്രീകരിച്ച് നമ്മുടെ വിവിധ കോളേജുകളിൽ പഠിക്കാൻ പറ്റുന്ന നേഴ്സിംഗ് കുട്ടികൾക്കും എൻജിനീയറിംഗ്, BDS തുടങ്ങിയ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളെല്ലാം നമ്മൾ പലപ്പോഴും വിളിച്ചു കൂട്ടുമായിരുന്നു. ഈ കോളേജുകളിലൊക്കെ പ്രെയർ ഗ്രൂപ്പുകൾ തുടങ്ങാനും വർഷം തോറും അവർക്ക് വാർഷിക ധ്യാനങ്ങൾ നടത്താനും അങ്ങനെ എപ്പോഴും അവരുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിച്ചു. ആ സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റും അധികാരികളും അതിന് നമ്മൾ സഹായിക്കുന്നുണ്ടായിരുന്നു. അതൊരു വലിയ സേവനമാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ എന്നാലും നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെയൊക്കെ മാറി നിൽക്കുന്ന
യുവജനങ്ങളെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഹാസൻ ഭാഗത്തേക്ക് ചെന്ന് ഹാസനിൽ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇടവകയില്ലായിരുന്നെങ്കിൽ പോലും ഒരു കുർബാനയ്ക്കുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ നമുക്ക് സാധിച്ചു. മാത്രമല്ല മാണ്ഡ്യ രൂപതയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ നിന്ന് പഠിക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളുടെ തന്നെ ആഭിമുഖ്യത്തിൽ കോളേജുകളിൽ സീറ്റുകൾ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സംയുക്തമായി BSc നഴ്സിങ്ങിനും അല്ലെങ്കിൽ GNM-നും ഒക്കെ നമ്മളുടെ ഇടപെട്ട് സീറ്റുകൾ വാങ്ങിക്കൊടുക്കുമ്പോൾ ഒത്തിരി ലാഭം കൺസെഷൻ ആ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 3 വർഷമായിട്ട് നമ്മൾ ഹാസന ജോലി തുറന്നു പോരുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പേ തന്നെ മാനന്തവാടി രൂപതയിൽ നിന്ന് ആ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു സേവനമാണ് അങ്ങോട്ട് കടന്നു വരുന്ന മക്കൾക്ക്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും മണ്ഡ്യ, മൈസൂർ, ഹാസൻ, ബെള്ളൂർ എന്ന് പറയുന്ന വിവിധ കേന്ദ്രങ്ങളിൽ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടി നമ്മൾ വിശുദ്ധ കുർബാനയും മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് മാണ്ഡ്യ രൂപത ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സേവനമാണ് ഇത്തരത്തിൽ. മണ്ഡ്യയിലേക്ക് പോയപ്പോൾ എൻ്റെ വൈദിക ജീവിതത്തിലൊരു വലിയ അനുഭവം കർത്താവ് എൻ്റെ വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചെന്നൊരു കാര്യമാണ്. കാരണം മണ്ഡ്യ രൂപതയിലേക്ക് പോകുമ്പോൾ മണ്ഡ്യ സാമ്പത്തികമായിട്ടൊരു 0 ആയിരുന്ന രൂപതയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇച്ചിരി വ്യത്യാസം വരെങ്കിലും മണ്ഡ്യയിൽ ഒരു വർഷം എന്താണ് വെറുതെ ഒരു കണക്കങ്ങ് പറഞ്ഞാൽ 1,00,000 രൂപയുടെ വരുമാനം പോലും ഇല്ലാത്ത ഒരു മണ്ഡ്യ പ്രദേശം ഒരു രൂപത ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ അത്രയും അറിഞ്ഞിരുന്നില്ല ശരിക്ക്. അത്രയൊക്കെ എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഈ സ്ഥാനത്തോട് നോ പറയുമായിരുന്നു. പക്ഷേ ഏറ്റെടുത്ത് പോയില്ല. ഇനി നമുക്കത് ചുമക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാനത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് 4.5 വർഷം 2010 ഏപ്രിൽ 7 തുടങ്ങി 2014 ഒക്ടോബർ 30 വരെ ഞാൻ മണ്ഡ്യയിലുണ്ടായിരുന്നപ്പോൾ ദൈവം എന്നെ തീർത്തും അത്ഭുതാവഹമായിട്ട് നയിക്കുകയായിരുന്നു. അത് ഞാൻ ഓർക്കുന്നത്. തീർത്തും അത്ഭുതം. കാരണം ഞാൻ എവിടെയെല്ലാം ചെന്നോ അവിടെയൊക്കെ ചോദിക്കാതെ തന്നെ മനുഷ്യർ എന്നെ സഹായിക്കുകയായിരുന്നു. എന്നെ കാണുമ്പോഴേ മനുഷ്യർ സഹായമായിട്ട് എത്തി. അതൊരു ഒഴിഞ്ഞു മാറിപ്പോകുന്ന രീതിയല്ലായിരുന്നു. അങ്ങനെ തരിക മാനന്തവാടി രൂപതയിൽ നിന്നും എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അവസരത്തിൽ മാണ്ഡ്യ രൂപതയെ വളർത്തിയെടുക്കുവാൻ മാനന്തവാടി രൂപതയും അഭിനന്ദ ജോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത വലിയ സേവനങ്ങളെ വലിയ സഹായങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മാതൃരൂപത എന്ന നിലയിൽ മാനന്തവാടി ഞങ്ങളോട് അത്രമാത്രം വലിയൊരു വിശാല ഹൃദയത്തോടുകൂടി ഞങ്ങളോട് പെരുമാറിയിട്ടുണ്ടെന്ന് എപ്പോഴും ഓർക്കണം. വിശാലമായ വയലേലകളിൽ ആത്മാർത്ഥതയോടെ സേവനം ചെയ്യുവാൻ ആഗ്രഹിച്ച് വളർന്നു വന്ന ഒരു ശുശ്രൂഷകൻ. അവന്റെ ഉള്ളു കണ്ടറിഞ്ഞ് സംപ്രീതനായ ദൈവം തന്റെ അനേക പദ്ധതികളുടെ കാര്യസ്ഥനായി അവനെ നിയോഗിച്ചു. വിശ്വസ്തയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ മനസ്സാകുന്ന എല്ലാ ആത്മാക്കൾക്കും പ്രചോദനം പകർന്നുകൊണ്ട് ആ അഭിഷിക്തൻ ഇന്ന് നമുക്കിടയിൽ ജീവിക്കുന്നു. തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ ഇനിയുമേറെ വിളവ് കൊയ്യുവാൻ അദ്ദേഹത്തിന് കൃപ ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർണാടകത്തിലെ മനുഷ്യർ സാധാരണക്കാരായ മനുഷ്യരാണ്. സിമ്പിൾ പീപ്പിൾ, പൂവർ പീപ്പിളാണ് വില്ലേജേഴ്സ് എല്ലാവരും തന്നെ. പക്ഷേ ഏറെ ദൈവവിശ്വാസമുള്ള മനുഷ്യരാണ്. തമ്പുരാന് വലിയ വിശ്വാസമുള്ളവരാണ് അവർ. തന്നെയല്ല നമ്മുടെ പുരോഹിതന്മാരോടും സിസ്റ്റേഴ്സിനൊക്കെ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇപ്പം അടുത്ത് ഇടപെടുമ്പോൾ വളരെ സ്നേഹവും താല്പര്യവും കാണിക്കുന്നവരാണ്. അവരുടെ ഭവനങ്ങളിൽ അതിഥികൾക്കെല്ലാം വലിയ സൽക്കാരം അവർ ഒരുക്കുന്നത് കാണാൻ കഴിയും. നമുക്കറിയാം പല കാര്യങ്ങളിലും നമ്മൾ അവരെക്കാൾ മെച്ചപ്പെട്ടവരാണെന്ന് പറയുമെങ്കിലും ഏറെ കാര്യങ്ങൾ കർണാടകത്തിലെ സാധാരണ മനുഷ്യരിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് കൂടി എന്നെ അവസരത്തിൽ ഓർക്കുകയാണ്. ഞാൻ ഏതാനും മാസങ്ങളെടുത്ത് 10-20 സെൻറ്ററുകളായിട്ട് കടന്നിരുന്ന ഈ 715 കുടുംബങ്ങളെയും ഞാൻ സന്ദർശിക്കുകയുണ്ടായി. അതൊരു വലിയ അനുഭവമായിരുന്നു. നമുക്കതൊരു പുതിയ അനുഭവമല്ല. കാരണം നമ്മൾ വികാരിമാരെന്ന നിലയിൽ ഭവന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഒരു ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ വീടുകൾക്ക് തോറും കയറി ഇറങ്ങിയപ്പോൾ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഭവമായിരുന്നു. മാണ്ഡ്യയിൽ ഞാൻ പറഞ്ഞതുപോലെ മാണ്ഡ്യയിൽ തന്നെ എൻ്റെ വൈദിക അല്ലെങ്കിൽ
ഈ ബിഷപ്പ് എന്ന നിലയിലുള്ള പ്രവർത്തനം അവിടം കൊണ്ട് അങ്ങ് തീരും എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ തലശ്ശേരി രൂപതയിലേക്കുള്ള എൻ്റെ സ്ഥലം മാറ്റം വരുന്നത്.